നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് ഉടമസ്ഥരുടെ നിർബന്ധത്താലായിരിക്കാം, മറ്റു ചിലർക്ക് മേലധികാരി മറ്റ് ജോലികൾ നേടിപ്പോയതിനാലായിരിക്കാം. എന്തായാലും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ഏറ്റെടുക്കും. പക്ഷേ അതിൽ നിന്നും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവിചാരിതമായിട്ട് മക്കൾ മാർച്ച് മാസത്തിൽ അവധിയിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിട വരും. ഭരണ സംവിധാനത്തിലെ പല അപാകതകളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 6-7 മാസമായി അതിൻ്റെ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ അതെല്ലാം പൂർത്തീകരിക്കുവാനും മാർച്ച് മാസം മുതൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗത്തിന് ഉതകുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിട വരും. ഒരു പക്ഷേ കുടുംബമായിട്ട് താമസിക്കുന്ന പലർക്കും ആദ്യം തനിയെ പോയി ആ അന്യനാട്ടിൽ അതിൻ്റെ ഒരു നിയമനം നേടുകയും കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുക എന്നത് 6 മാസത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അവസരത്തെ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം, ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ അവരെ സാന്ത്വനം അല്ലെങ്കിൽ സമാധാനപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പലർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടാകും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ പല വിധത്തിലുള്ള വിമിഷ്ടങ്ങളും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും തൊഴിൽ മേഖലകളിലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും അഹോരാത്രം പ്രവർത്തിച്ചും കൊണ്ടും ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം മാത്രമേ എല്ലാം സമാധാനപരമായിട്ട് അതിനഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സുതാര്യത കുറവുള്ളതുകൊണ്ടും അർഹമായിട്ടുള്ള അംഗീകാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും മാറി മറ്റു രാഷ്ട്രീയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തിനും സാധ്യത കാണുന്നതുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും കാര്യകാരണം സഹിതം മനസ്സിലാക്കിക്കൊണ്ട് വിഷയം അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും വിഭാവനം ചെയ്ത പദ്ധതികളൊക്കെ പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുള്ളൂ. ക്ഷമ, ആദരവ്, ആത്മസംയമനം, എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുക എന്നിവ അവലംബിക്കുന്നതും അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നതും
ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദഗ്ധമായുള്ള ചികിത്സകളാൽ രോഗശമനം വന്നു ചേരുവാനിടയുണ്ട്. ചിലർക്ക് അവിചാരിതമായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് പോലും ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നതുമുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും ഏറെക്കുറെ യുക്തിയുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറി വ്യാപാരത്തിന് തുടക്കം കുറിക്കുവാനോ നിലവിലുള്ള വ്യാപാരം വിപുലീകരിക്കുവാനോ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പദ്ധതികൾ, നിക്ഷേപ സമാഹരണ യജ്ഞം, അതിൻ്റെ ഒരു ശുഭപരിസമാപ്തി ഏറെക്കുറെ ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുന്നത് വഴി മേലധികാരികളോ ഉടമസ്ഥരോ നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഈ സമാഹരണ യജ്ഞം, സാമ്പത്തികമായിട്ടുള്ള സമാഹരണ യജ്ഞം എല്ലാം തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലിയിൽ ഇരുന്നും കൊണ്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാനായിട്ട് പലപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഫെബ്രുവരി മാസത്തിൽ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേണ്ടി വരുവാനിടയുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിനാൽ ഒരു പക്ഷേ കഴിഞ്ഞ 6-7 മാസമായി അതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തന്നെ പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ജനപ്രീതി നേടുവാനും ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾക്ക് അവധിക്കാലം എന്ന സങ്കല്പത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുവാനിടയുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പൂർത്തീകരണം എന്ന നിലയിൽ അതിൻ്റെ ദ്രുതഗതിയിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും ഇടയുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ മനസ്സിൽ പലതും ഉണ്ടാകുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളും അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീതിയുക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുമെങ്കിലും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും യാത്ര പുറപ്പെടുവാനിടവരും. ഒരു പക്ഷേ ആ രാജ്യത്തു നിന്നും പലവരും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ 2-3 വർഷത്തിന് ശേഷം ഈ ഒരു തീരുമാനം ഗുണകരമാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഒരു തീരുമാനം ഈ ഒരു മാസത്തിൽ തന്നെ എടുക്കുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം യാത്രകൾ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ദേഹക്ഷീണം അനുഭവപ്പെടുവാനും
ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനും ഇടയുണ്ട്. മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധികളോ പിടിപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ 1-2 ആഴ്ച ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അന്യനാട്ടിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ വന്നു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അറിഞ്ഞതിനാലും സ്വല്പം ആശ്വാസം ഉണ്ടാകുവാനിടയുണ്ട്. സമത്വഭാവന ഒക്കെ നല്ലതാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ പ്രവർത്തന ശൈലി സ്വന്തം നിലയിൽ ഒരു മാതൃകയാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിനും വളരെ നല്ല നിലയിൽ നിർദ്ദേശങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടവരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തന ശൈലി ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാലും വിശ്രമത്താലും ഗർഭം ധരിക്കാനുള്ള അവസരം വന്നു ചേരുവാനിടവരും. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നതിന് ഭാഗമായിട്ട് സുതാര്യതയുള്ള സമീപനവും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തന ശൈലിയും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദേശത്തേക്ക് ജോലി അന്വേഷിച്ചു പോകുന്ന പ്രവണത ഒഴിവാക്കി പഠിക്കാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ അത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അസൂയാലുക്കൾ പലതും പറയുമെങ്കിൽ പോലും സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം ദുഷ്കീർത്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ഒരു മാസത്തിൽ സ്വല്പം മാന്ദ്യമുള്ള ഒരു അവസ്ഥ വിശേഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീർന്നു എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് തൊഴിൽ മേഖലകൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് വഴി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ഏറെക്കുറെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളും നിർദ്ദേശങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്വേഷണങ്ങൾക്കും സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതത്തിലായിരുന്ന പലരും അനുകൂലമായി തീരാനിടവരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പൊതുവെ ചിത്ര നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മാർഗതടസ്സങ്ങളുണ്ടോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അന്തിമ നിമിഷത്തിലെല്ലാം ശുഭകരമായിട്ട് പൂർത്തീകരിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ചിത്ര നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.